വാഴ കണ്ടായിരുന്നു? കണ്ടായിരുന്നെന്നാ? കൊലച്ചു നിന്ന 4 കപ്പ വാഴയാണ് പന്നി തോണ്ടി മറിച്ചിട്ടത്. നിങ്ങൾ പറഞ്ഞ വാഴയുടെ കാര്യമല്ല പറഞ്ഞത്, വാഴ സിനിമ കണ്ടാന്നാണ് ചോദിച്ചത്. എടാ അത് ഞാൻ കണ്ടടാ. നിങ്ങൾ ഇന്നലെ കാണുമ്പോ റിലീസ് പടം ഓടുമൊക്കെ. പൊന്ന് ചന്ദ്ര, പടം തുടങ്ങിയപ്പോ തന്നെ ഉണ്ടല്ലേ നായികയുടെ ബാഗും തട്ടിപ്പറിച്ച് ഒരു കള്ളം ഓടാൻ തുടങ്ങിയത്. കള്ളനെ നായകൻ പിടിച്ചാക്ക. എന്റെ ചന്ദ്ര, ഇന്റർവെൽ വരെ നായകൻ കള്ളന്റെ പിറകെ ഓടി. കള്ളനെ പിടിച്ചില്ലെന്നാവുന്നിടത്ത് ഇന്റർവെൽ മൂഞ്ചി. എന്നിട്ട് എന്താ എന്നിട്ടെന്താ ഇന്റർവെൽ കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാരും എഴുന്നേറ്റ് ഓടി. വരുന്ന നമ്മൾ സിനിമ കാണുന്നില്ലേ? ശരിയാണല്ലോടാ ചന്ദ്ര. മറിയണ്ണോ, നീ ഏത് പടത്തിന്റെ ഷൂട്ടിങ്ങാ? ഷൂട്ടിങ്ങൊന്നുമല്ലടോ, അമ്മയുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പോകുന്നതാ. കുറെ നാളായി അമ്മയുടെ പ്രശ്നം ചീറി പോയാൻ തുടങ്ങിയിട്ട്. അല്ല നിങ്ങൾ അമ്മയുടെ പക്ഷത്താണോ അത് ഇങ്ങേരെ പക്ഷത്താണോ? ഞാൻ ഇതിന്റെ രണ്ടിന്റെ ഇടയില. ഇന്ന് എന്തായാലും രണ്ടിലൊന്നും ഒരു തീരുമാനം ഉണ്ടാവും. ആകണം. സിനിമയിലെ ധീരശാപമാണ് ഈ അമ്മയുടെ പ്രശ്നം. അല്ല പിന്നെ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു കൊടുത്താൽ ഇവന്മാരെ രീതിയല്ലേ? അല്ല പിന്നെ യവന്മാര് ഇത് ഏതമ്മയെ കുറിച്ച് പറയണേ? ഇനി ഇത് തുടർന്ന നമ്മൾ പാർട്ടിക്കാരായിട്ട് ഇടപെടും. നേരത്തെ നീയൊക്കെ ഏതമ്മയെ കുറിച്ചാ പറഞ്ഞ് കയറി പോകുന്നത്? മലയാള സിനിമയിലെ അമ്മയുടെ കാര്യം പറഞ്ഞത്. അയ്യേ, ഇയാളമ്മയും ഞാൻ തമ്മിൽ ചെറിയൊരു പ്രശ്നം, അതിന് വക്കീൽ ഓഫീസ് വരെ പോണതാണ്. വണ്ടി എടുക്കേട്ടാ. ആക്കണം. സിനിമയിലെ ധീരാശാപമാണ് ഈ അമ്മയുടെ പരിപാടി. പരിപാടി ഞാൻ പണ്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ടു തന്നെ തള്ളിപ്പോയ പുതിയ കമലാസൻ, അൽ കമലാസൻ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ചേട്ടൻ സെന്റിമെന്റിലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ, അത് കുത്തിവെച്ചും പോയി. അയ്യോ, എന്നൊന്നും ചെയ്യരുത്. അപ്പൊ പേടിയുണ്ടല്ലേ?